ലോകത്തെ ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്. സർവ്വജനങ്ങളും മനസ്സിലാക്കുന്ന ഒരേ ഒരു ഭാഷ. ആ ഭാഷയായിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ്റെ ഭാഷ, അതായിരിക്കണം നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഭാഷ, അതായിരിക്കണം നിങ്ങൾ ആളുകളോട് സംവദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷയാണ് ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസൻറ്റേഷനെ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്, ആളുകളുമായി കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരഭാഷയാണ്. അതുകൊണ്ട് ശരീരഭാഷയെ എഫക്റ്റീവായി പ്രസൻറ്റേഷനിൽ കൊണ്ടുവരാൻ കഴിയുന്ന പ്രസൻറ്റേഴ്സ് അവരവരെ പ്രസൻറ്റേഷനിൽ വിജയിക്കുന്നു എന്നതാണ് വസ്തുത. തീർച്ചയായിട്ടും നമ്മൾ ആ അർത്ഥത്തിൽ പരിശ്രമിക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒരുപക്ഷെ അത് വരില്ല. പ്രസൻറ്റേഷൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ബോഡി ലാംഗ്വേജിനെ, നമ്മുടെ ആംഗ്യങ്ങളെ കൃത്യമായി സംസാരത്തിനൊപ്പം കൊണ്ടുവരാൻ കഴിയില്ല. വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ടാവും, കൈയൊട്ടും അനങ്ങാതെ, മുഖഭാവം ഒട്ടും മാറാതെ സംസാരിക്കുന്നവർ. എന്നാൽ കൈയൊക്കെ അനക്കി വളരെ സരസമായി, കുറച്ചുകൂടെ ലളിതമായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പരിവർത്തനമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ വേദി കൈയാളുമ്പോൾ, നമ്മൾ വേദിയിൽ സംവദിക്കുമ്പോൾ, നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിനെ നമ്മൾ നമ്മുടേതായ ഭാവത്തിൽ പ്രകടിപ്പിക്കുക. ഇത്തരം വേദികൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആംഗ്യവിക്ഷേപങ്ങളിൽ, നമ്മുടെ മുഖഭാവങ്ങളിലൊക്കെ ആ അർത്ഥത്തിലുള്ള മാറ്റം കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ കൂടുതൽ ഇഫക്റ്റീവാകും. ആ അർത്ഥത്തിൽ എല്ലാവരും പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ പ്രസൻറ്റേഷനെ മനോഹരമാക്കും.